നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രോതാക്കൾക്ക് നമസ്കാരം. വിരാട് പുരുഷനിൽ നിന്ന് 4 വർണ്ണങ്ങൾ ബ്രഹ്മക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ ആവിർഭവിച്ചതിനെക്കുറിച്ചും അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് സ്വഗുരുവായ സർവേശ്വരനെ, പിതാവായ ഈശ്വരനെ ആരാധിച്ചു വരുന്നതിനെക്കുറിച്ചും വിസ്തരിച്ചുകൊണ്ട് ഈശ്വരമഹിമയെ വാഴ്ത്തിക്കൊണ്ട് മൈത്രേയ മുനി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു വിതുരർ. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന വിതുരർക്കുണ്ടായ ചില സംശയങ്ങൾ മൈത്രേയ മുനി നിവൃത്തി വരുത്തി കൊടുക്കുന്നതും തുടർന്നുള്ള വിതുരരുടെ മറ്റ് ചില സംശയങ്ങളും ആണ് തൃതീയം 7-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായന സുഖോ ബുധ പ്രീണയന്നിവ ഭാരത്യ വിതുര പ്രത്യഭാഷത. ശ്രീ ശുകൻ ആ രംഗം വർണ്ണിക്കുകയാണ്. വേദവ്യാസ പുത്രനായിട്ടുള്ള അതിവിദ്വാനായ വിതുരർ ഇപ്രകാരം പറയുന്ന മൈത്രേയ മഹർഷിയെ തൻ്റെ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടായി പറഞ്ഞു. വിതുരർ ഉന്നയിക്കുന്ന സംശയങ്ങളാണ്. ഗുണാതീതനായി, നിർവികാരനായി, കേവലം ചിതാത്മകനായിരിക്കുന്ന ഭഗവാന് ലീലയാച അപി, ലീല നിമിത്തമായിട്ട് തന്നെ, ലീല നിമിത്തമായിട്ടാണെന്ന് കരുതിയാൽ തന്നെ ഗുണങ്ങളും ക്രിയകളും എങ്ങനെയാണ് യോജിക്കുക? ബ്രഹ്മൻ കഥം യുജ്യേരൻ, അല്ലയോ ബ്രഹ്മജ്ഞ, എങ്ങനെ യോജിക്കും? ഒരു ശിശുവിന് കളിയിൽ ഉത്സാഹമുണ്ടാകുന്നത് അവൻ്റെ ആഗ്രഹമാണ്. മറ്റു കുട്ടികളുടെ കളി കണ്ടിട്ടും അങ്ങനെ വരാം. എന്നാൽ സ്വാഭാവികമായി സംതൃപ്തനും മറ്റെല്ലാറ്റിൽ നിന്നും എപ്പോഴും വിട്ടു നിൽക്കുന്നവനുമായ ഈശ്വരന് എങ്ങനെ ആഗ്രഹം ജനിക്കും? ഈശ്വരൻ നിസ്സംഗനല്ലേ. അങ്ങനെയുള്ള ഭഗവാന് ലീലയിൽ താല്പര്യമുണ്ടാവുകയില്ലല്ലോ. ജീവരാശിയുടെ ഭോഗാർത്ഥമാണ് ജഗൽ സൃഷ്ടി എന്ന് പ്രസ്താവിച്ചതിലും അസാംഗത്യം ഉള്ളതായി വിതുരർ ചൂണ്ടിക്കാണിച്ചു. സർവേശ്വരൻ ആത്മമായ കൊണ്ട് ലോക സൃഷ്ടി നടത്തി, അതിനെ നിലനിർത്തി വീണ്ടും പ്രതിലോമക്രമത്തിൽ തിരോഭവിപ്പിക്കുന്നു. ഒന്നുകൊണ്ടും വിലോപം വരാത്ത അവബോധത്തോടു കൂടിയ ഈ ജീവാത്മാവ് അവിദ്യയോട് ചേരുന്നതെങ്ങനെ? എല്ലാ ശരീരങ്ങളിലും അവസ്ഥാഭേദേന ജീവൻ നിലകൊള്ളുന്നു. അത് ഏകനായ സർവേശ്വരൻ തന്നെയാകുന്നു. അങ്ങനെയുള്ളവന് സ്വരൂപഭ്രംശമോ കർമ്മഫലമായ സംസാര ദുഃഖമോ വന്നു ചേരുന്നതെങ്ങനെ? ഇപ്രകാരമുള്ള സംശയങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വിമ്മിട്ടപ്പെടുന്നു. മഹാത്മൻ, ഞങ്ങളുടെ മാനസികമായ ആ വിഷമത്തെ അങ്ങ് നീക്കിത്തരണേ. ഇപ്രകാരം വിതുരർ മൈത്രേയ മുനിയോട് അഭ്യർത്ഥിച്ചു. ശ്രീശുകൻ തുടർന്ന് പറയുകയാണ്. സൈത്തം ചോദിതക്ഷത്ര തത്വജിജ്ഞാസുനാ മുനി പ്രത്യാഹ ഭഗവച്ചിത്ത സ്മയന്നിവ ഗതസ്മയ. വിതുരർ പരമാർത്ഥമാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വാദങ്ങൾ നിരത്തിയത്. അതറിയാവുന്ന മൈത്രേയ മുനി ഒട്ടും ധാർഷ്ട്യം ഭാവിക്കാതെ ഭഗവാനിൽ ഉറച്ച മനസ്സോടെ മറുപടി പറഞ്ഞതായി സൂചിപ്പിച്ചു. തുടർന്ന് മുനിയുടെ മറുപടിയാണ് വർണ്ണിക്കുന്നത്. മായാഗുണങ്ങളിൽ നിന്ന് സ്വതേമുക്തനായ ജീവന് സ്വന്തം സ്വരൂപഭ്രംശം കൊണ്ട് ദീനതയും അവിദ്യ കാരണമായ കെട്ടുപാടുകളും ഉണ്ടാവുന്നു എന്നത് അചിന്യ
വൈഭവത്തിനുടമയായ ഈശ്വരൻ്റെ മായ കൊണ്ടാണ്. അത് യുക്തിക്ക് ചേരാത്തതാവാം. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപരീയ പ്രതീയത ഉപദ്രഷ്ടു സ്വശിരഛേദനാധികം. നല്ലൊരു ഉദാഹരണം കൊണ്ട് അത് വിദുരർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഒരാൾ തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടതായി സ്വപ്നം കാണുന്നു. അത് പരമാർത്ഥമല്ല, വെറും തോന്നൽ മാത്രമാണ്. അതുപോലെ ഈ ജീവാത്മാവിന് വൈപരീത്യം തോന്നുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു. വെള്ളത്തിൽ ചന്ദ്രബിംബം ഇളകുന്നതായി നമുക്ക് തോന്നുന്നു. ചന്ദ്രൻ ഇളകുന്നില്ല, ഈ ചന്ദ്രബിംബവും ഇളകുന്നില്ല. നമുക്കങ്ങനെ തോന്നുന്നതാണ്. അതുപോലെ ആത്മാവിൽ നിന്ന് വ്യതിരിക്തമായ ധർമ്മം ഇല്ല എന്നിരിക്കലും ദേഹാഭിമാനിയായ ജീവാത്മാവിന് അങ്ങനെ കാണപ്പെടുന്നു. ആകാശത്തുള്ള ചന്ദ്രന് കമ്പനമില്ല, വെള്ളത്തിലുള്ള ചന്ദ്രബിംബത്തിനും കമ്പനാദി ധർമ്മമില്ല. ജലസംബന്ധം കൊണ്ടുണ്ടാവുന്ന തോന്നലാണത്. ഇതുപോലെ പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ജീവാത്മാവിനെ അറിയണം. ജനീമൃതി പരിണാമങ്ങൾ ദേഹാഭിമാനിയായ ജീവനിൽ കാണപ്പെടുന്നു. ഈശ്വരന് ഇത് ബാധകമല്ല. ഈ വിപരീത ഭാവനയെയും അകറ്റുന്നത് എങ്ങനെ എന്ന് തുടർന്ന് വർണ്ണിക്കുന്നു. അർപ്പണബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മപദ്ധതി കൊണ്ട് ചിത്തത്തിലുറച്ച വാസുദേവമൂർത്തിയുടെ കാരുണ്യത്താൽ ഭഗവാന്റെ ഭക്തിയോഗം കൊണ്ട് ലോകത്തിൽ ആത്മവിപര്യ ഭാവന സാവകാശം ഇല്ലാതെയാകുന്നു. നല്ല ഉറക്കത്തിൽ ആണ്ടിരിക്കുന്നവന് ക്ലേശങ്ങൾ അറിയില്ല. പരമപുരുഷനായ ശ്രീഹരിയിൽ സർവേന്ദ്രിയങ്ങളും ചെന്ന് ചേർന്നാൽ ക്ലേശങ്ങൾ പൂർണ്ണമായും വിലയം പ്രാപിക്കുന്നു. അശേഷ സംക്ലേശമം വിധത്തെ ഗുണാനുവാദശ്രവണം മുരാരി കുത പുനസ്തച്ചരണാരവിന്ദവരാഗ സേവാരതിരാത്മലബ്ധ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ശ്രവിക്കുക. അത് സർവ്വദുഃഖങ്ങളെയും ഇല്ലാതാക്കും. അവിടുത്തെ തൃപ്പാദങ്ങളെ മുകരാനുള്ള അഭിരുചിയുണ്ടായാൽ പിന്നെന്ത് വേണം? മൈത്രേയ മുനിയുടെ മറുപടി വിതുരർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സംഛിന്ന സംശയോ മഹ്യം, എൻ്റെ എല്ലാ സംശയങ്ങളും വേറെ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിതുരർ തുടർന്നുള്ള 6 ശ്ലോകങ്ങളിലായിട്ട് തൻ്റെ ചാരിതാർത്ഥ്യം വ്യക്തമാക്കുന്നതായി വർണ്ണിച്ചു. ഈശ്വരൻ സ്വതന്ത്രനായി നിൽക്കുന്നതും ജീവൻ പരതന്ത്രനായി വലയുന്നതും ആയ 2 യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെട്ടതായി വ്യക്തമാക്കി. ലോകത്ത് മഹാമൂഢനും അതിബുദ്ധിമാനും ജീവിക്കുന്നു സുഖമായിട്ട്. എന്നാൽ അതിനിടയിലുള്ളവൻ ക്ലേശിക്കുന്നു. കാരണം മൂഢനും ക്രാന്തദർശിയും സംശയക്ലേശമില്ലാത്തവരാണ്. അല്പജ്ഞാനിയാണ് സംശയങ്ങളാൽ ക്ലേശിക്കുന്നത്. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാവിനാത്മന താം ചാവി യുഷ്മച്ചരണ സേവയാഹം പരാണുദേ. ആത്മവ്യതിരിക്തമായി ഉണ്ടെന്ന് തോന്നുന്നതാണെങ്കിലും അതിൻ്റെ കഴമ്പില്ലായ്മയെ ഞാൻ അങ്ങയുടെ ശുശ്രൂഷ കൊണ്ട് ഇല്ലാതാക്കിക്കൊള്ളാം എന്നാണ് വിതുരർ ഒടുവിലായി പറഞ്ഞത്. ഗുരുപാദസേവ കൊണ്ട് മായാമോഹത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. എങ്ങനെയെന്നോ, ദേവന്മാർക്കും ദേവനായ ജനാർദ്ദനനെ അറിഞ്ഞുകൊണ്ട് തന്നെ. തുടർന്ന് 3 ശ്ലോകങ്ങളിൽ മൈത്രേയ മുനി ഇതുവരെ ഉപദേശിച്ചതിനെ സംക്ഷേപിച്ചുകൊണ്ട് തുടർന്നും ചില സംശയങ്ങൾ ഉന്നയിക്കാനായി പുറപ്പെട്ടു. വിരാട് സ്വരൂപം ധരിച്ചത്
ആ വിരാട് സ്വരൂപത്തെ സർവരും വാഴ്ത്തുന്നത് വർണ്ണങ്ങളുണ്ടായത് എല്ലാം ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. യസ്മിൻ ദശവിധപ്രാണ സേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവൃത്വേരിതോ യതോ വർണ്ണ തദ്വിഭൂതിർവദസ്വന. 10 പ്രകാരത്തിലുള്ള പ്രാണശക്തി, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്നിവയോട് ചേർന്ന് 3 വിധം ആത്മശക്തി, ചാതുർവർണ്ണങ്ങളുടെ ഉത്ഭവം, അതൊക്കെ പറഞ്ഞു കൊടുക്കുവാനായി വിതുരർ അഭ്യർത്ഥിച്ചു. വിതുരരുടെ ചോദ്യങ്ങൾക്കുത്തരമായി ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിൻ്റെ സംശയ നിവൃത്തിക്കായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുതന്നെയാണ് മൈത്രേയ മഹർഷി വർണ്ണിച്ച് കേൾപ്പിക്കുന്നത്. പ്രജാപതിമാരെ സൃഷ്ടിച്ചത്, തുടർന്ന് നടന്ന സൃഷ്ടി വിഭാഗങ്ങൾ, മനുക്കൾ, അവരുടെ വംശങ്ങൾ, ആ വംശത്തിലുണ്ടായവരുടെ തുടർന്നുള്ള കഥകൾ, ഭൂമിയുടെ മുകളിലും താഴത്തുമായുള്ള മറ്റ് ലോകങ്ങൾ, ഭൂലോക വിസ്തൃതി എന്നിവയെല്ലാം വിസ്തരിച്ച് പറയണമെന്ന് വിതുരർ അപേക്ഷിച്ചു. മൃഗങ്ങൾ, മനുഷ്യർ, ദേവകൾ, ഇഴജാതികൾ, പക്ഷികൾ, ജരായുജങ്ങൾ, സ്വേദജങ്ങൾ, അണ്ഡജങ്ങൾ, ഉദ്ഭിജങ്ങൾ ഇവയുടെയും സർഗ സംയൂഹം, സൃഷ്ടിവിഭാഗത്തെക്കുറിച്ച് എല്ലാം വർണ്ണിച്ച് കേൾപ്പിക്കാനായി വിതുരർ അപേക്ഷിച്ചു. വിവിധങ്ങളായ അവതാരങ്ങൾ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരകാരകങ്ങളായ വിഷ്ണു ഭഗവാന്റെ മഹാപരാക്രമത്തെ വ്യാഖ്യാനിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 29 മുതൽ 35 കൂടിയ ശ്ലോകങ്ങളിൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങളാണ് തിരക്കുന്നത്. അവയിൽ പ്രധാനമായും വർണ്ണാശ്രമങ്ങളുടെ തരംതിരിക്കൽ, ഋഷിമാരുടെ ഉത്ഭവം, പ്രവൃത്തി, വേദവിഭാഗങ്ങൾ, യാഗത്തിൻ്റെ ചടങ്ങുകൾ, കർമ്മയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, ഭക്തിയോഗം എന്നിവയുടെ രഹസ്യങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് അന്യോന്യവിരോധം കൂടാതെ അനുഷ്ഠിക്കേണ്ട വിധം, കൃഷി, വ്യവസായം, ശിക്ഷാ നടപടികൾ, വേദോക്ത കർമ്മങ്ങളുടെ അനുഷ്ഠാനം, ശ്രാദ്ധത്തിൻ്റെ അനുഷ്ഠാനം, ഗ്രഹനക്ഷത്രങ്ങളുടെ കാലചക്രാന്തരത്തിലുള്ള നിലനിൽപ്പ്, യാഗാദി കർമ്മങ്ങൾ, വാപി കൂപാദികളുടെ നിർമ്മാണം കൊണ്ടുള്ള ഫലം എന്നിങ്ങനെ ധർമ്മത്തിൻ്റെ ഹേതുഭൂതനും സർവജ്ഞാനനിധിയുമായ ശ്രീഹരി ഏതുകൊണ്ടൊക്കെ സന്തോഷിക്കുമോ അതെല്ലാം അറിയണമെന്ന ആഗ്രഹമാണ് വിതുരർ പ്രകടിപ്പിച്ചത്. ആ മഹദാദി തത്വങ്ങളുടെ പ്രളയം എപ്രകാരമാണ്, ആ സമയത്ത് പ്രളയകാലത്ത് ആരെല്ലാം ഈ സർവീശ്വരനെ അനുശയിക്കും, ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സ്വരൂപം, ഗുരുശിഷ്യബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന വേദശാസ്ത്രപരമായ ജ്ഞാനം എല്ലാം അറിയണമെന്നുണ്ട്. ഗുരുപദേശമില്ലാതെ ജ്ഞാനമോ വൈരാഗ്യമോ ഭക്തിയോ ഒന്നും കൈവരിക്കാനാവില്ലല്ലോ. ശ്രീഹരിയുടെ സൃഷ്ടിയാദി കർമ്മങ്ങളെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയാണ് അജ്ഞാനിയായ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വർണ്ണിച്ചു. ജീവന് സംസാര ഭീതി തീർത്തു കൊടുക്കുന്നതിന് അല്പമെങ്കിലും സാധിക്കുമോ വേദങ്ങൾ, യജ്ഞങ്ങൾ, തപസ്, ദാനങ്ങൾ എന്നിവ കൊണ്ട് മാത്രം? സൈത്തമാവൃഷ്ടപുരാണകൽപ്പ കുരുപ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധപാർഷോ ഭഗവത്കഥായാം സംചോദിതസ്തം പ്രഹസന്നിവാഹ. ഇങ്ങനെ കുരുവംശപ്രധാനിയായ വിതുരർ മുനിശ്രേഷ്ഠനായ മൈത്രേയനോട് നിരവധി സംശയങ്ങൾ ചോദിച്ചപ്പോൾ അത്യധികം സന്തോഷത്തോടെ ഭഗവത് കഥ പറയുന്നതിൻ്റെ ഉത്സാഹത്താൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ വിതുരരോട് മൈത്രേയ മഹർഷി കഥ പറയാൻ ആരംഭിച്ചു. ബ്രഹ്മാവിൻ്റെ
ഉൽപ്പത്തി മുതലുള്ള കഥകൾ കേൾക്കാനായി നമുക്കും തയ്യാറാകാം. 7-ാം അധ്യായ സംഗ്രഹം ഇവിടെ സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.